സ്നേഹം നിറഞ്ഞവരെ, മീൻ പിടിക്കാനായിട്ട് മനുഷ്യർ കടലിൽ പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവർ ഉൾക്കടലിലേക്ക് പോകുന്നതനുസരിച്ച് തിരകൾ ഇവരെ തീരത്തേക്ക് തള്ളിക്കൊണ്ടേയിരിക്കും. ഇവർ പോകുന്ന വഴിക്ക് വലിയ കൊടുങ്കാറ്റുണ്ടാവാം, പകലൊക്കെയാണെങ്കിൽ നല്ല വെയിലുമായിരിക്കും. ഇവർക്ക് കടലിൽ നിന്ന് യാതൊരു തരം സപ്പോർട്ടും കിട്ടുന്നില്ല. എന്നിട്ടും ഈ പ്രതിസന്ധികളൊക്കെ മറികടന്ന് പോയിട്ടാണ് ഇവർ ഉൾക്കടലിൽ നിന്ന് മീൻ പിടിച്ച് തിരിച്ചു വരുന്നത്. എങ്ങനെയാണ് ഇവർക്കിതിന് സാധിക്കുന്നത്? മറ്റൊന്നുമല്ല, അവർ മീൻ പിടിക്കാൻ തീരുമാനിച്ചാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് പോകാൻ പറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് നമ്മുടെ മനസ്സിൽ നിന്നും പുറത്തുള്ളവരിൽ നിന്നും പുറത്തുള്ളവയിൽ നിന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ തീരുമാനങ്ങളുടെ മാത്രമേ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്നത് എപ്പോഴൊക്കെയോ നമ്മളെടുത്ത കുറേ തീരുമാനങ്ങളുടെ ഫലമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്കൊരു വ്യക്തിയോട് ക്ഷമിക്കണം, മനസ്സ് പറയുന്നു ക്ഷമിക്കേണ്ട, പകരം ചോദിക്കണം എന്ന് പറയും. പക്ഷേ ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റും. ഞാനൊരു പരീക്ഷ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചെഴുതി തോറ്റുപോയി. മനസ്സിനോട് പറയും ഇനി എഴുതണ്ട, ഇനി എഴുതാനും തോറ്റുപോകത്തുള്ളൂ എന്ന് പറയും. പക്ഷേ ഞാൻ എഴുതാൻ തീരുമാനിച്ചാൽ എനിക്ക് എഴുതാൻ പറ്റും. മനസ്സിൻ്റെ സപ്പോർട്ടും പുറമെയുള്ള പിന്തുണയും കിട്ടാതെ വരുമ്പോൾ മുന്നോട്ട് നീങ്ങാൻ തീരുമാനങ്ങൾ മാത്രമേ നമ്മളെ സഹായിക്കുള്ളൂ. അതുകൊണ്ട് നല്ല തീരുമാനങ്ങളോട് നല്ലൊരു ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ.